സർക്കാർ അനുകൂല നിലപാടിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുന്ന വ്യാപകമാവുന്ന സാഹചര്യത്തിൽ സുകുമാരൻ നായർ യോഗം വിളിച്ചിരിക്കുന്നു. പെരുന്നയിൽ യോഗം ചേരാനുള്ള തീരുമാനത്തിലേക്ക് NSS യൂണിയൻ ഭാരവാഹികളെയൊക്കെ വിളിച്ചിരിക്കുന്നു യോഗത്തിലേക്ക് എന്നുള്ളതാണ്. സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാടിൽ പ്രതിഷേധം കടുക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്, സെക്രട്ടറിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയുന്നത്. ജോസി ബാബു ചേരുന്നു. ജോസി, വളരെ നിർണായകമായിട്ടുള്ള നീക്കം NSS നടത്തുന്നു, സുകുമാരൻ നായർ നടത്തുന്നു എന്ന് ഈ വാർത്തയിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത്രയധികം പ്രതിഷേധങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു യോഗം വിളിച്ചിരിക്കുന്നത്. എന്താണ് യോഗത്തിന്റെ ഉദ്ദേശം? ധന്യ, താഴെ തട്ടിൽ നിലപാട് അറിയിക്കുക അല്ലെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത്. NSS ആസ്ഥാനത്ത് നാളെ രാവിലെ 11 മണിക്കാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ യോഗം വിളിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള NSS താലൂക്ക് യൂണിയനുകളുടെ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുക്കും. 300ഓളം താലൂക്ക് യൂണിയനിൽ നിന്നുള്ള 600-ലധികം പ്രതിനിധികളായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുക. പ്രധാനമായും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ അനുകൂല നിലപാടിൽ പ്രതിഷേധം വ്യാപകമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ NSS നേതൃത്വം യോഗം വിളിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഓരോ താലൂക്ക് യൂണിയൻ നേതൃത്വങ്ങൾക്കും അയച്ചു നൽകിയിട്ടുണ്ട് എന്നാണ് NSS നേതൃത്വം അറിയിക്കുന്നത്. അതേസമയം തന്നെ ഈ യോഗത്തിലും പതിവ് പോലെ ദൃശ്യമാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്നതും NSS നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ തവണയും അങ്ങനെയായിരുന്നു. അവരുടെ യോഗത്തിലേക്ക് മാധ്യമങ്ങളെ കയറ്റുന്നില്ല. അപ്പോൾ കാര്യമായ എന്തോ ചർച്ചകളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ അനുകൂല നിലപാട് സുകുമാരൻ നായർ സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനുള്ളിൽ തന്നെ ഇപ്പം സാധാരണ ഇപ്പം കരയോഗക്കാരെ സംബന്ധിച്ചുള്ള പ്രതിഷേധമായിരിക്കില്ല ഇതിനകത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച്. ഇപ്പൊ നാളെ യോഗം ചേരാനിരിക്കുന്ന ആളുകളെ, ഭാരവാഹികളെ സംബന്ധിച്ചുണ്ടാവുക ആ എതിർപ്പ് കൂടി അറിയിക്കുക യോഗത്തിലായിരിക്കുമ്പോൾ സുകുമാരൻ നായരുടെ ഇപ്പോഴത്തെ നിലപാടിൽ അത് മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. ധന്യ, ഈ എതിർപ്പ് ഉയർന്നതിനെയൊക്കെ നേരത്തെ തന്നെ പൂർണ്ണമായും NSS നേതൃത്വം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏതാനും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നാണ് സുകുമാരൻ നായർ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. കോൺഗ്രസ് നേതാക്കൾ പോയി കാണുന്നതിന് മുൻപായിരുന്നു ആ പ്രതികരണം വന്നത്, ആ യോഗത്തിന് ശേഷം. തീർച്ചയായും ധന്യ, ഈ പരമ്പരാഗതമായ ഈ യോഗത്തിന്റെ ഒരു രീതി അല്ലെങ്കിൽ NSSന്റെ പൊതുയോഗങ്ങളിലൊന്നും ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരില്ല. അത് സ്വാഭാവികമായും NSS സുകുമാരൻ നായരുടെ അനുകൂലികളായ അല്ലെങ്കിൽ സുകുമാരൻ നായരെ പിന്തുണയ്ക്കുന്ന ആളുകളായിരിക്കും വിവിധ താലൂക്ക് യൂണിയനുകളുടെ ഭാരവാഹികളായിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ അത്തരമുള്ളൊരു പ്രതിഷേധങ്ങളുടെ പൊതുവെ ഉണ്ടായ ചരിത്രങ്ങൾ അടുത്ത കാലത്തില്ല. ചില വിമത സ്വരങ്ങൾ ഉയരുമ്പോൾ തന്നെ അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുന്ന രീതിയാണ് സുകുമാരൻ നായരുടെ അല്ലെങ്കിൽ പതിവ് രീതി. അദ്ദേഹം അധികാരത്തിലെത്തിയതിനു ശേഷം അദ്ദേഹം നേരത്തെ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറയുന്നുണ്ട്, ഏതെങ്കിലും ഔദ്യോഗിക ഭാരവാഹിത്വത്തിലിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ടോ എന്ന് വെല്ലുവിളിച്ച് ചോദിക്കുകയും ചെയ്തതിന്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിന് നൽകുന്നത് ഇത്തരത്തിൽ ഈ യോഗത്തിന്റെ അല്ലെങ്കിൽ ഈ ഫോറത്തിന്റെ അകത്ത് നിന്ന് ഈ യോഗത്തിൽ അത്തരമൊരു പ്രതിഷേധ ശബ്ദം ഉയർന്നു വരില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലെ കേസുകൾ അടക്കമുള്ള വിഷയങ്ങളിൽ വ്യാപകമായ പ്രതിഷേധം താഴെത്തട്ടിലും അതോടൊപ്പം സ്ത്രീകളടക്കമുള്ളവർക്ക് ഉള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിമത സ്വരം ഈ യോഗങ്ങളിൽ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും ഏവരും ഉറ്റുനോക്കുന്നത്. പക്ഷെ സ്വാഭാവികമായും മുമ്പുള്ള ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ NSSന്റെ ഒരു ഭരണഘടന അല്ലെങ്കിൽ NSSന്റെ ഒരു നടപ്പ് രീതി. ഈ സുകുമാരൻ നായരെ നേരിട്ട് യോഗത്തിനകത്തോ അല്ലെങ്കിൽ ഈ മീറ്റിങ്ങുകളിലോ എതിർക്കുന്ന തരത്തിലുള്ള വിമത ശബ്ദങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ മുളയിലെ നുള്ളിക്കളയുന്ന ശീലമാണ് സുകുമാരൻ നായർക്കുള്ളത്. നിർണായക യോഗം നാളെ ചേരും. താലൂക്ക് യൂണിയൻ ഭാരവാഹികളുടെ യോഗമാണ് നാളെ പെരുന്നയിൽ വിളിച്ചിരിക്കുന്നത്.